മക്കളെ, നിങ്ങൾ നിങ്ങളുടെ സ്റ്റഡി ടേബിളിൻ്റെ മുകളിലോ അല്ലെ നിങ്ങളുടെ റൂമിലെ ഭിത്തിയുടെ മുകളിലൊക്കെ കുറേ ഇക്വേഷനൊക്കെ എഴുതി ഒരു ചാർട്ട് പേപ്പറിലൊക്കെ ഒട്ടിച്ച് വെച്ചിട്ട് എല്ലാ ദിവസവും ഇങ്ങനെ അത് കാണുമ്പോൾ നമ്മുടെ ഇക്വേഷനൊക്കെ ഇങ്ങനെ ബൈഹാർട്ട് ആയിക്കോളും എന്നാണ് നിങ്ങൾ വിചാരിക്കുന്നതെങ്കിൽ ആ ചാർട്ട് പേപ്പറും ആ സാധനം എടുത്ത് കീറി കളയുന്നതായിരിക്കും ഭേദം. കാരണം അതൊരിക്കലും വർക്ക് ചെയ്യാൻ പോകുന്നില്ല എന്നാണെന്നുള്ള കാര്യം ഞാൻ വ്യക്തമായിട്ട് പറഞ്ഞുതരാം. നിങ്ങൾക്ക് എപ്പോഴെങ്കിലും ഈ ഒരു സിറ്റുവേഷൻ ഉണ്ടായിട്ടുണ്ടോ? നിങ്ങൾ പരീക്ഷയുടെ തലേന്നോ അല്ലെങ്കിൽ പരീക്ഷയുടെ ദിവസങ്ങളിലോ നിങ്ങൾ എന്ത് ചെയ്യാം, ഒരു സാധനം പഠിച്ചുകൊണ്ടിരിക്കുക, ഏതെങ്കിലും സബ്ജക്റ്റ് ആയിക്കോട്ടെ, അതിലൊരു എഴുത്തുണ്ട്, അതിങ്ങനെ എഴുത്ത് പഠിച്ചുകൊണ്ടിരിക്കുക, അല്ലെങ്കിൽ ഒരു ഫോർമുല ഉണ്ട്, ആ ഫോർമുല വീണ്ടും വീണ്ടും നിങ്ങൾ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ നിങ്ങൾ പഠിക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അല്ലെങ്കിൽ റിവൈസ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾ എന്ത് ചെയ്യും, നിങ്ങൾ ഓൾറെഡി പഠിച്ച സാധനം നിങ്ങൾ ബുക്ക് എടുത്ത് വെക്കും, എന്നിട്ട് ആ ബുക്കിൽ ആ പാരഗ്രാഫ് വീണ്ടും വീണ്ടും വായിക്കും. നിങ്ങൾ വായിക്കുമ്പോൾ ആലോചിക്കും, ഇതെനിക്കറിയാം, ആ ഫോർമുല നിങ്ങൾ നോക്കുന്നു, ആ ഫോർമുല നോക്കുന്നു, റിവൈസ് ചെയ്യുന്നു, അല്ലേ, ഇങ്ങനെ നോക്കുന്നു, ഇത് എല്ലാ ഫോർമുലയും എനിക്കറിയാം, കുഴപ്പമൊന്നുമില്ല. പക്ഷേ എന്നിട്ട് പരീക്ഷാ ഹാളിൽ പരീക്ഷാ പേപ്പറിൽ ചോദ്യം വരുമ്പോൾ അതേ ചോദ്യം നിങ്ങൾക്ക് എന്താണ്, അല്ലെ അതേ ഫോർമുല നിങ്ങൾക്ക് വീണ്ടും റീകോൾ ചെയ്യാൻ പറ്റുന്നില്ല, നിങ്ങൾക്കത് വീണ്ടും മനസ്സിലേക്ക് കൊണ്ടുവരാൻ പറ്റുന്നില്ല. നിങ്ങളത് വായിച്ചതായിരിക്കും. ഇൻഫാക്ട് പരീക്ഷയുടെ രാവിലെ പോലും നിങ്ങൾ ബുക്കിൽ നോക്കിയിട്ടുണ്ടാവും, ആ ഫോർമുല കണ്ടു, അതെനിക്ക് അറിയാമെന്ന് വരെ നിങ്ങൾ വിചാരിച്ചിട്ടുണ്ടാവും. പക്ഷേ പരീക്ഷാ പേപ്പറിൽ നിങ്ങൾക്ക് എഴുതാൻ പറ്റുന്നില്ല. ഇതിൻ്റെ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾ ഈ റിവിഷൻ്റെ സമയത്ത് നിങ്ങൾ ചെയ്തെന്താണ്, നിങ്ങൾ പാസീവ് റീകോളാണ് ചെയ്തത്. അതായത് നിങ്ങൾ റീകളക്ട് ചെയ്യുന്നുണ്ട്, പക്ഷെ അത് പാസീവ്ലി ആണ് ചെയ്യുന്നത്. അതിൻ്റെ അർത്ഥം എന്താണ്, അതായത് ഓൾറെഡി എഴുതി വെച്ച സാധനം തന്നെ നിങ്ങൾ എന്ത് ചെയ്യുക, പാസീവ്ലി നിങ്ങളൊന്നും ചെയ്യാതെ ഇരുന്നിട്ട് നിങ്ങളത് വായിക്കുകയാണ് ചെയ്യുന്നത്. എനിക്കറിയാലോ, ഇതെനിക്കറിയാലോ. ഇതിൻ്റെ ഒരു വലിയൊരു ബ്ലണ്ടർ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇത് ഞാനും പണ്ട് പലപ്പോഴും ചെയ്തതാണ്, നമ്മുടെ പല ഫ്രണ്ട്സും ഞാൻ ചെയ്യുന്നത് കണ്ടിട്ടുണ്ട്. ഇതിൻ്റെ ഒരു വലിയ ബ്ലണ്ടർ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ഒരു പരിപാടി ചെയ്യുമ്പോൾ നമുക്ക് തോന്നും, അല്ലെങ്കിൽ നമ്മുടെ ബ്രെയിൻ നമ്മളെ തോന്നിപ്പിക്കും നമുക്കിതൊക്കെ അറിയാം. കാരണം ബ്രെയിൻ എന്താ ചെയ്യുക, ബ്രെയിന് ഇത് വായിക്കും, എന്നിട്ട് ബ്രെയിൻ പറയും ഇതിൻ്റെ തലയിലുണ്ട് എന്ന് നമ്മളെ തോന്നിപ്പിക്കും. അടുത്ത വേർഡ് വായിക്കും, ഇതും എനിക്കറിയാം, ഈ ഫോർമുല വായിക്കും, അതും എനിക്കറിയാം എന്ന് ബ്രെയിൻ നമ്മളിങ്ങനെ തോന്നിപ്പിക്കും. കാരണം ബ്രെയിൻ എപ്പോഴും എന്താണ് ചെയ്യേണ്ടത്, ബ്രെയിൻ ഏറ്റവും ഈസി ആയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യാനാണ് ഇഷ്ടം. എഫേർട്ട് ബ്രെയിനിന് ഇഷ്ടമില്ല. നമുക്ക് എഫേർട്ട് ഇഷ്ടമില്ല, ബ്രെയിനിന് എഫേർട്ട് ഇഷ്ടമില്ല. ബ്രെയിനിന് ഇതെനിക്കറിയാം. പക്ഷേ ആക്ച്വലി നമുക്കെന്താണ്, പെട്ടെന്ന് നമ്മളോട് ഇതൊന്നും ഇല്ലാണ്ട് ചോദിക്കുമ്പോൾ നമുക്കത് ചെയ്യാൻ പറ്റില്ല, അല്ലെങ്കിൽ നമുക്കത് അറിയുണ്ടാവില്ല. അപ്പോൾ ഇതാണ് പാസീവ് റീകോളിൻ്റെ ഏറ്റവും വലിയ പ്രശ്നം. നിങ്ങളുടെ സ്റ്റഡി ടേബിളിൻ്റെ മുകളിലും ഇതുപോലെ ചാർട്ടൊക്കെ ഒട്ടിച്ചിട്ടുണ്ടെങ്കിലും നിങ്ങൾക്ക് ഈ ഒരു പ്രശ്നം തന്നെ ഫീൽ ചെയ്യും. നിങ്ങൾക്ക് എല്ലാ ദിവസവും രാവിലെ ഇന്ത്യ കാണുമ്പോൾ തോന്നും നിങ്ങൾക്കറിയാം. പക്ഷേ നാളെ അതൊന്നും ഇല്ലാതെ, ആ ചാർട്ട് പേപ്പർ ഒന്നും ഇല്ലാണ്ട് നിങ്ങളോട് പറഞ്ഞ സാധനങ്ങളൊക്കെ എഴുതി വെക്കാൻ പറഞ്ഞാൽ നിങ്ങൾക്ക് എഴുതാൻ പറ്റില്ല. ഇതിനുള്ള സൊല്യൂഷൻ എന്താണ്? ഇതിൻ്റെ സൊല്യൂഷൻ നേരെ ഓപ്പോസിറ്റ് ആണ്. ഇറ്റ് ഇസ് കോൾഡ് ആക്റ്റീവ് റീകോൾ. ഈ ആക്റ്റീവ് റീകോൾ നിങ്ങളുടെ പഠനത്തിൽ ഉപയോഗിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ ചാർട്ട് പേപ്പറിൽ ഒരു ആവശ്യം ഉണ്ടാവില്ല. ആക്റ്റീവ് റീകോൾ വളരെ സിമ്പിളാണ്. നിങ്ങളൊരു ടോപ്പിക് പഠിക്കുമ്പോൾ സമയത്ത് നിങ്ങൾ മാക്സിമം എന്താണ് അത് ഇൻവോൾവ് ആയിട്ട് പഠിക്കുക. എന്നിട്ട് നിങ്ങൾ പരീക്ഷയുടെ സമയത്തൊക്കെ നിങ്ങൾ റിവിഷൻ ചെയ്യുമ്പോൾ നിങ്ങൾ ചെയ്യേണ്ട എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങളൊരു ഫോർമുലയുണ്ട് അല്ലെങ്കിൽ ഒരു പാരഗ്രാഫ് നിങ്ങൾക്ക് പഠിക്കാനുണ്ടെങ്കിൽ നിങ്ങൾ ഒരിക്കലും എന്ത് ചെയ്യരുത്, ആ പാരഗ്രാഫ് നോക്കി വായിച്ചുകൊണ്ടിരിക്കരുത്. എന്നിട്ട് എനിക്കറിയാലോ അല്ലെ അങ്ങനെയൊന്നും ചെയ്തുകൊണ്ടിരിക്കരുത്. നിങ്ങൾ എന്ത് ചെയ്യണം, ആ പാരഗ്രാഫിൻ്റെ ഒരു ചോദ്യമോ അല്ലെ ഫോർമുലയുടെ ഒരു ചോദ്യം ഉണ്ടാവുമല്ലോ, നിങ്ങൾ ആ ചോദ്യം മാത്രം നോക്കിയിട്ട് നിങ്ങൾ പാരഗ്രാഫോ അല്ലെ ഫോർമുല നോക്കാതെ പോലും നിങ്ങൾ സ്വന്തം അറ്റംപ്റ്റ് ചെയ്യാം. അപ്പം നിങ്ങൾക്ക് മനസ്സിലാവും കുറച്ചൊക്കെ എനിക്ക് ചെയ്യാൻ പറ്റുന്നുണ്ട്, അല്ലെങ്കിൽ പാരഗ്രാഫിന് കുറച്ച് എഴുതാൻ പറ്റുന്നുണ്ട്, ഫോർമുലയുടെ ഫസ്റ്റ് ഒരു ലെറ്ററൊക്കെ എഴുതാൻ പറ്റുന്നുണ്ട്. പക്ഷെ പിന്നീട് സ്റ്റക്കാവുന്നു. എന്തായാലും നിങ്ങൾ സ്റ്റക്കാവും, ഉറപ്പിച്ചോ. സ്റ്റക്കാവുമ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, ജസ്റ്റ് ആ സ്റ്റക്കായ ഭാഗം മാത്രം എന്ത് ചെയ്യുക, ഒന്ന് എടുത്ത് വായിച്ചു നോക്കുക. അത് മാത്രം എടുത്ത് വായിച്ചു നോക്കുക. വീണ്ടും ആ സ്റ്റക്കായ ഭാഗം നിങ്ങൾ എഴുതി വെക്കുക, കുഴപ്പമൊന്നുമില്ല. ഇനി വീണ്ടും നോക്കുക, ബാക്കിയുള്ളതും ട്രൈ ചെയ്യുക. ഫുള്ള് വായിച്ചിട്ട് വീണ്ടും പഠിക്കാൻ നിൽക്കരുത്, വീണ്ടും ട്രൈ ചെയ്യുക. എന്നിട്ട് എവിടെയൊക്കെയാണോ നിങ്ങൾ ഈ സ്റ്റക്കാവുന്നത് അത് മാത്രമേ നിങ്ങൾ മറന്നു പോകുന്നുള്ളൂ. അത് മാത്രം നിങ്ങൾ എന്ത് ചെയ്താൽ മതി, നോക്കി വായിച്ചെടുത്താൽ മതി. ഇതിനെയാണ് നമ്മൾ ആക്റ്റീവ് റീകോൾ എന്ന് വിളിക്കുന്നത്. കാരണം ബേസിക്കലി നമ്മുടെ ബ്രെയിൻ എന്താണ്, ഒരു എക്സ്ട്രാ ഇൻഫർമേഷനോ അഡീഷണൽ ഇൻഫർമേഷൻ ഇല്ലാതെ നമ്മുടെ ബ്രെയിൻ ആക്റ്റീവ്ലി നമ്മുടെ ആക്ച്വൽ മെമ്മറിയിൽ നിന്ന് ഇതിനെ വലിച്ചുകൊണ്ടുവരാൻ വേണ്ടി ശ്രമിക്കുകയാണ്. അപ്പം നമുക്ക് മനസ്സിലാവും ഏതൊക്കെ നമുക്ക് ആക്ച്വലി ഓർമ്മയുണ്ട്, ഏതൊക്കെ ആക്ച്വലി ഓർമ്മയില്ല. ആ ഓർമ്മയില്ലാത്ത കാര്യങ്ങൾ നിങ്ങൾ വീണ്ടും പഠിക്കുമ്പോൾ ബ്രെയിൻ അത് കുറച്ചും കൂടി സ്ട്രോങ് ആയിട്ട് അവിടെ സ്റ്റോർ ചെയ്യും. വീണ്ടും നിങ്ങൾ അടുത്ത പ്രാവശ്യം ആക്റ്റീവ് റീകോൾ വഴി റിവിഷൻ ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് കുറച്ചും കൂടി കാര്യങ്ങൾ നിങ്ങൾക്ക് ഓർമ്മയുണ്ടാവും. വീണ്ടും പക്ഷേ ചില പോയിന്റ്സ് സ്റ്റക്കാവും, പക്ഷേ ഇറ്റ് ഇസ് ഓക്കെ. കാരണം നിങ്ങൾക്ക് അറിയാം എന്തൊക്കെ നിങ്ങൾക്ക് ഓർമ്മയുണ്ട്, എന്തൊക്കെ നിങ്ങൾക്ക് ഓർമ്മയില്ല. അപ്പോൾ ആ സ്റ്റക്കായ കാര്യങ്ങൾ മാത്രം നിങ്ങൾ എന്ത് ചെയ്യുക, ആ ഒരു ഫോർമുലയുടെ ഭാഗങ്ങൾ മാത്രം നിങ്ങൾ വീണ്ടും എടുത്ത് നോക്കുന്നതിൽ ഒരു തെറ്റുമില്ല. എന്നിട്ട് ആ ഭാഗം മാത്രം നിങ്ങൾ വീണ്ടും പ്രാക്ടീസ് ചെയ്യുക. ഈ രീതിയിലാണ് നിങ്ങൾ റീകോൾ അഥവാ റിവിഷൻ നിങ്ങൾ പ്രാക്ടീസ് ചെയ്യുന്നതെങ്കിൽ നിങ്ങൾക്ക് ആക്ച്വൽ പരീക്ഷ വരുമ്പോഴും നിങ്ങൾക്ക് എന്താണ് ഒരു ബുദ്ധിമുട്ടുണ്ടാവില്ല. കാരണം ആക്ച്വൽ പരീക്ഷ പോലെ തന്നെയാണ് നിങ്ങൾ എന്ത് ചെയ്യുന്നത്, നിങ്ങൾ റിവിഷൻ ചെയ്യുന്നത്. നിങ്ങളൊന്നും നോക്കാതെ ഒരു പരീക്ഷയ്ക്ക് എങ്ങനെയാണോ ഒരു ഇൻഫർമേഷൻ ഇല്ലാതെ നിങ്ങൾ ട്രൈ ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ആ ട്രൈ നിങ്ങൾ വീണ്ടും ചെയ്ത് കഴിഞ്ഞാൽ പരീക്ഷയാവുമ്പോൾ നിങ്ങൾ ഒരിക്കലും മറക്കില്ല. അപ്പോൾ ഈ ഒരു പ്രാക്ടീസ് നിങ്ങൾ ചെയ്യാൻ വേണ്ടി നിങ്ങൾ തീരുമാനിച്ചെങ്കിൽ മക്കളെ, നിങ്ങൾ വേറെ ലെവലിലായിരിക്കും എത്താൻ പോകുന്നത്. എൻ്റെ പഠിക്കുന്ന സമയത്തുള്ള ലൈഫ് ഈ ഒരു കാര്യം ഞാൻ അറിഞ്ഞതിന് ശേഷം വേറെ ലെവലിലായിരുന്നു മാറിയത്. കാരണം ഞാൻ വെറുതെ സമയം വേസ്റ്റ് ചെയ്യാൻ പോകുന്നില്ല, ഞാൻ വീണ്ടും ബുക്ക് എടുത്തിട്ട് ഇങ്ങനെ വായിക്കാൻ പോകുന്നില്ല. കാരണം എനിക്കറിയാതെ ആവശ്യമില്ല. ഞാൻ
കുറച്ച് എഫേർട്ട് കൂടിയ പരിപാടിയാണെങ്കിലും കുറച്ച് അത്ര രസമില്ലാത്ത പരിപാടിയാണെങ്കിലും എനിക്കറിയാം ഒരു 5 മിനിറ്റ് ആ ഒരു ടോപ്പിക്ക് ഞാനിരുന്ന് ട്രൈ ചെയ്ത് നോക്കിയാൽ എനിക്കത് ഈസി ആയിട്ട് പഠിച്ചെടുക്കാൻ പറ്റും. പക്ഷേ ഞാൻ സ്വന്തം ട്രൈ ചെയ്യണമെന്ന് മാത്രമേ ഉള്ളൂ, ആക്റ്റീവ് റീകോൾ പ്രാക്ടീസ് ചെയ്യണമെന്ന് മാത്രമേ ഉള്ളൂ. സോ ഈ രീതിയിൽ നിങ്ങളും നിങ്ങളുടെ പഠനത്തിൽ ഉപയോഗിക്കാൻ തുടങ്ങുക. അങ്ങനെയാണെങ്കിൽ ഈസി ആയിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, കാര്യങ്ങൾ പെട്ടെന്ന് പഠിച്ചെടുക്കാൻ പറ്റും. നിങ്ങൾ 1 മണിക്കൂർ ഉപയോഗിച്ച് പഠിക്കുന്ന കാര്യങ്ങൾ നിങ്ങൾക്ക് ഈസി ആയിട്ട് ഒരു 10 മിനിറ്റിലോ 15 മിനിറ്റിലോ പഠിച്ചെടുക്കാൻ പറ്റും. ഇത് ഞാൻ വെറുതെ പറയുന്നതല്ല, നിങ്ങൾ ആക്ച്വലി ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് വർക്ക് ആണെങ്കിൽ നിങ്ങളിത് ഉപയോഗിക്കുക. അത്ര മാത്രമേ പറയാനുള്ളൂ. പിന്നെ മറ്റേ ചാർട്ട് പേപ്പറൊക്കെ കാര്യം ഞാൻ വെറുതെ പറഞ്ഞതാണ്. നിങ്ങൾക്ക് വെക്കണം, നിങ്ങൾ വെച്ചോ. പക്ഷെ മനസ്സിലാക്കേണ്ട കാര്യം, ആ ചാർട്ട് പേപ്പർ ഉപയോഗിച്ചിട്ട് നിങ്ങൾ ഇങ്ങനെ എല്ലാ ദിവസവും നോക്കി പഠിക്കുന്ന സാധനം നിങ്ങളൊരു 100 ദിവസം കൊണ്ട് പഠിക്കുന്ന സാധനം നിങ്ങൾ ഈ ആക്റ്റീവ് റീകോൾ ഉപയോഗിച്ചാൽ നിങ്ങൾക്ക് ഒരു 3 ദിവസം കൊണ്ട് പഠിക്കാൻ പറ്റും എന്ന് തന്നെയാണ് റിയാലിറ്റി. ഓക്കെ, അത്രേ പറയാനുള്ളൂ. മറ്റൊരു വീഡിയോ നമുക്ക് വീണ്ടും കാണാം മക്കളെ. ബൈ ബൈ ആൻഡ് ടേക്ക് കെയർ. വീഡിയോ യൂസ്ഫുൾ ആയെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഓൾസോ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ഇടുക. മറ്റൊരു വീഡിയോയിൽ വീണ്ടും നമുക്ക് കാണാം.